നമസ്കാരം. പ്രഭാത വാർത്ത ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ റിപ്പോർട്ടിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ആൾക്കൂട്ടമർദ്ദനത്തിന് നേതൃത്വം നൽകിയ പ്രധാന പ്രതികൾ ഉൾപ്പെടെ ഇപ്പോഴും ഒളിവിലാണ്. നിലവിൽ 18 പേരുള്ള പ്രതിപട്ടികയിൽ 11 പേരാണ് പിടിയിലായത്. കൂടുതൽ പേരെ പോലീസ് പ്രതി ചേർക്കും എന്നാണ് വിവരം. കോളേജിന് മുന്നിൽ KSUവിന്റെ നേതൃത്വത്തിലുള്ള റിലേ സത്യഗ്രഹ സമരം തുടരുകയാണ്. KSU സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യർ ഇന്ന് സമരപന്തലിലെത്തും. കോൺഗ്രസ് ഇന്ന് കോളേജിലേക്ക് മാർച്ച് നടത്തും. DCC സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കും. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധം തുടരുന്നു. മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ ABVP നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ്. സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടെ വീട്ടിൽ RSP നേതാവ് ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി KSU നടത്തിയ സമരത്തിൽ പലയിടത്തും സംഘർഷമുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങി. ട്രഷറി അക്കൌണ്ടിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിഞ്ഞില്ല. സാങ്കേതിക തടസ്സം കാരണം ശമ്പളം എത്താൻ വൈകി എന്നാണ് ഔദ്യോഗിക വിശദീകരണം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം ലഭിച്ച സന്തോഷത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ. എന്നാൽ ഈ പണം പിൻവലിക്കാനാവാത്ത സ്ഥിതിയിലെത്തിയത് എന്തുകൊണ്ടാണ്? ഇതിന് വിശദീകരണം കൃത്യമായി ലഭിക്കുന്നുണ്ടോ? പ്രവിത, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് പലതവണ മുമ്പും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോൾ പോലും ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. സാധാരണ സർക്കാരിന്റെ ട്രഷറിയിൽ പണം എത്തിയ ട്രഷറി ബില്ല് പാസ്സായ ശേഷം ട്രഷറി അക്കൗണ്ട്സ് ബിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയ ശേഷം അത് ഓരോരോ സർക്കാർ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുകയാണ് പതിവ്. എന്നാൽ ഇന്നലെ പണം എത്തി എന്നുള്ള അറിയിപ്പ് കിട്ടിയെങ്കിലും ഇത് സർക്കാർ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ സാധിച്ചില്ല. ഏതാണ്ട് 5 ലക്ഷത്തോളം പെൻഷൻകാരാണ് സംസ്ഥാനത്തുള്ളത്. അത് അത്രത്തോളം തന്നെ സർക്കാർ ജീവനക്കാരുമുണ്ട്. എന്നാൽ 1.25 ലക്ഷത്തോളം പേരാണ് ഈ റവന്യൂ, പോലീസ്, GST വകുപ്പുകളിൽ ലാൻഡ് റവന്യൂ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ 1-ാം തീയതി ശമ്പളം മേടിക്കുന്നവർ. ഇവർക്കൊക്കെ ട്രഷറി അക്കൗണ്ടിലേക്ക് ശമ്പളം എത്തിയെന്നായി മെസ്സേജ് വരികയും എന്നാൽ ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ നേരിട്ട് ട്രഷറിയിൽ നിന്ന് 1-ാം തീയതി ശമ്പളം മേടിക്കുന്നവർക്ക് ഇത് തടസ്സമുണ്ടായിരുന്നില്ല. അവർക്ക് അതാത് സബ് ട്രഷറികളിൽ പോയി പണം പിൻവലിക്കാവുന്നതും സാധിക്കുകയും ചെയ്തു. പക്ഷെ എന്നാൽ അല്ലാതെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് തടസ്സപ്പെട്ടത്. എന്നാൽ ഇതൊരു സാങ്കേതിക പിഴവെന്നാണ് സർക്കാരിന്റെ ആക്ഷേപം. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങിയതെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യമായി സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങി. ട്രഷറി അക്കൌണ്ടിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിഞ്ഞില്ല. വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. കർണാടക ബംഗളൂരു രാമേശ്വരം കഫേയിൽ ഇന്നലെ നടന്ന IED സ്ഫോടനത്തിൽ ഒരാൾ കസ്റ്റഡിയിലെന്ന സൂചന. ബംഗളൂരു സ്വദേശിയായ യുവാവാണ് കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം. കടയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ അന്വേഷണ സംഘം ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. പ്രതിക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ 8 സംഘങ്ങളാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. NIA, ആഭ്യന്തര സുരക്ഷാ വിഭാഗം എന്നിവരും ഇന്നലെ കഫേയിൽ പരിശോധന നടത്തിയിരുന്നു. നോക്കാമിനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം 3 ദിവസത്തിനകം. ചൊവ്വാഴ്ചയ്ക്ക് മുൻപായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം. വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അറിഞ്ഞ ശേഷമാകും ആലപ്പുഴ, കണ്ണൂർ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അന്തിമ ധാരണയാവുക. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, K സുധാകരൻ എന്നിവർ ഒന്നിച്ച് മത്സരിക്കാൻ ഇറങ്ങിയാൽ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കുമെന്ന് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ ആരെങ്കിലും ഒരാൾ മത്സരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. വയനാട്, കണ്ണൂർ, ആലപ്പുഴ എന്നീ സീറ്റുകൾ ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MPമാരുടെ പ്രചാരണം ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയെന്ന് സൂചന. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഇനിയും BJPയിലേക്ക് എത്തുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഈ നേതാക്കളുമായി ചർച്ച നടക്കുന്നതിനാലാണ് പ്രഖ്യാപനം വൈകുന്നതെന്നാണ് റിപ്പോർട്ട്. നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടിയേക്കും. ഭോപ്പാലിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് സാധ്യത. സിനിമാ താരം അക്ഷയ് കുമാർ ചാന്ദിനി ചൌക്കിൽ നിന്നും ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ഗുരുദാസ്പൂരിൽ നിന്നും മത്സരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവമാക്കി LDF. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും NDA, UDF സ്ഥാനാർത്ഥികളും
മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം തിരിച്ചുപിടിക്കാൻ പന്ന്യൻ, അഭിമാന പോരാട്ടത്തിൽ ആറ്റിങ്ങലെടുക്കാൻ വി ജോയ്. മുന്നേ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയ LDF പ്രചരണത്തിലും ബഹുദൂരം മുന്നിൽ. റോഡ് ഷോയോടെയാണ് പന്ന്യൻ തുടങ്ങിയത്. ഇന്ത്യൻ പാർലമെന്റ് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ഉയർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ കർത്തവ്യമാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രോത്സവങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആറ്റിങ്ങലിൽ വി ജോയിയുടെ പ്രചാരണം. ഒരു തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം ഞങ്ങളുടെ പ്രവർത്തകർ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വളരെ നന്നായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ലെങ്കിലും ആറ്റിങ്ങലിൽ തന്നെ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് വി മുരളീധരൻ. പൊതുപരിപാടികളിലും പാർട്ടി പരിപാടികളിലും സജീവമാണ്. നരേന്ദ്രമോദിജിയുടെ വികസനം കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാകണം എന്നുള്ള താല്പര്യമുള്ള ജനങ്ങളാണുള്ളത്. അതിന് ഉതകുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവും. പ്രാദേശിക പരിപാടികളിൽ പങ്കെടുത്ത് ശശി തരൂരും പ്രചാരണ രംഗത്ത് സജീവമാണ്. അറിയേണ്ടത് തിരുവനന്തപുരത്തെ NDA സർപ്രൈസ് ആരെന്ന് മാത്രം. ഔദ്യോഗിക പട്ടിക വന്നില്ലെങ്കിലും NDA UDF ക്യാമ്പുകൾ ബൂത്ത് തലം മുതൽ പണി തുടങ്ങിക്കഴിഞ്ഞു. 24 തിരുവനന്തപുരം. നവകേരള സദസ്സിന്റെ തുടർച്ചയായി കർഷകരും മുഖ്യമന്ത്രി പിണറായി വിജയനും സംബന്ധിക്കുന്ന മുഖാമുഖം ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് മുഖാമുഖം. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരിഗണിക്കുക. മന്ത്രിമാരായ P. പ്രസാദ്, സജി ചെറിയാൻ, J. ചിഞ്ചുറാണി, AM ആരിഫ് MP, PP ചിത്തരഞ്ജൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ് MPയുടെ കഴിഞ്ഞ 5 വർഷ കാലയളവിലെ വികസന രേഖയുടെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ പട്ടിണി സമരം ശക്തമാക്കാൻ CPO ഉദ്യോഗാർത്ഥികൾ രക്ഷിതാക്കളെയും പൌരപ്രമുഖരെയും പങ്കെടുപ്പിച്ച് പ്രതിഷേധ മാർച്ച് നടത്തും. രാവിലെ 10:30 പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച്. സീരിയൽ താരങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരത്തിൽ പങ്കെടുക്കും. 2 ആഴ്ച മുൻപാണ് CPO റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരം തുടങ്ങിയത്. ഏപ്രിലിൽ അവസാനിക്കുന്ന റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ 21% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. എറണാകുളം തൈക്കുടത്ത് മകൾ പുറത്താക്കി വീട് പൂട്ടിപ്പോയതോടെ ദുരിതത്തിലായ വയോധിക ഒടുവിൽ പൂട്ട് തകർത്തകത്തു കയറി. സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും മകൾ വീട് തുറന്നു നൽകാൻ തയ്യാറായില്ല. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് രാത്രി വൈകി സരോജിനിയമ്മ വീടിനുള്ളിൽ കയറിയത്. തൈക്കൂടം സ്വദേശിയായ സരോജിനിയമ്മ കുടുംബസ്വത്ത് 2 പെൺമക്കൾക്കായി വീതിച്ചു നൽകി. വീടുൾപ്പെടെ നൽകിയ മൂത്ത മകൾ ജിജോയ്ക്കൊപ്പമായിരുന്നു സരോജിനിയമ്മയുടെ താമസം. ഏതാനും നാൾ മുമ്പാണ് മകൾ സരോജിനിയമ്മയെ പുറത്താക്കി വീട് പൂട്ടിപ്പോയത്. ഫോർട്ട് കൊച്ചി മെയിന്റനൻസ് ട്രിബ്യൂണലിൽ ഹർജി നൽകിയപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറായ സബ് കളക്ടർ K. മീര സരോജിനിയമ്മയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ഇടക്കാല ഉത്തരവിട്ടു. പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും മകൾ വീട് തുറന്നു നൽകാൻ തയ്യാറാകാത്തതോടെ രാത്രി വൈകിയും സരോജിനിയമ്മ വീടിനു മുന്നിൽ ഇരുന്നു. സ്ഥലം MLA ഉമാ തോമസും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടലുണ്ടായില്ല. എതിർകക്ഷികളെ കേട്ട ശേഷം മാത്രമേ കേസിൽ അന്തിമവിധി പറയാനാകൂവെന്ന് സബ് കളക്ടറും ഫോണിൽ അറിയിച്ചു. എന്നാൽ പിന്മാറാൻ ഒരുക്കമല്ലാത്ത സരോജിനിയമ്മ വീടിനു മുന്നിൽ തുടർന്നു. രാത്രി വൈകിയും മകൾ എത്തുന്നില്ലെന്ന് കണ്ടതോടെ സ്വയം വീട് കുത്തി തുറന്ന് ഉള്ളിൽ കയറി. അവര് പറയുന്നത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഓർഡർ ഇല്ല, ഇത് ഇന്ററിം ഓർഡറാണ്. അപ്പോൾ ഇതില് അടിയന്തരമായിട്ട് അവരെ അകത്ത് താമസിപ്പിക്കണം എന്ന് തന്നെയാണ് ഓർഡർ. അതിൽ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് എഴുതുമോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് നിയമം അറിയില്ല. സരോജിനി അമ്മയെയും മക്കളെയും ഇന്ന് ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത ശേഷം കേസിൽ അന്തിമ തീർപ്പുണ്ടാക്കാമെന്നാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വീട്ടിൽ നിന്ന് ആരു പറഞ്ഞാലും ഇറങ്ങില്ലെന്ന നിലപാടിലാണ് സരോജിനിയമ്മ. 24 കൊച്ചി. കൊല്ലം പെരിനാട് കുടിവെള്ളക്ഷാമം രൂക്ഷം. പണം മുടക്കി ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ BJP അംഗങ്ങളുടെ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം ഈ വേനലാകുമ്പോഴത്തേക്ക് പ്രശ്നമാണ്. പക്ഷേ അതിന് വേണ്ടുന്ന ഒരു പ്രതിവിധി കൃത്യമായിട്ട് പഞ്ചായത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് വാട്ടർ കണക്ഷനുണ്ട്, ഈ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിലും ഉണക്കായി കഴിഞ്ഞാൽ ഈ ഭാഗം ഇത്തിരി ചെറിയൊരു കയറ്റ പ്രദേശമായതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം കയറി വരുന്നില്ല. കാലങ്ങളായി പെരിനാട് നിവാസികൾ നേരിടുന്ന പൊതുപ്രശ്നമാണ് ഈ കേട്ടത്. വേനൽ കടുത്തു, പ്രശ്നം അതിസങ്കീർണമാണിപ്പോൾ. കിണറുകളെല്ലാം വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഇവിടുത്തുകാർ. പ്രധാന ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണമായിരുന്നു. അത് പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ്. ചന്ദനത്തോപ്പ്, ഇടവട്ടം വാർഡുകളിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നിലച്ചിട്ട്
4 മാസമായി. പണം നൽകി വെള്ളം വാങ്ങുക എന്നതല്ലാതെ ശുദ്ധജല പ്രശ്നത്തിന് മറ്റ് യാതൊരു നിവൃത്തിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസം 400 രൂപയെങ്കിലും വെള്ളത്തിന് വേണ്ടിവരുമെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. എത്ര ദിവസം എന്ന് പറഞ്ഞാണ് ഒരു ടാങ്ക് വെള്ളം മേടിക്കുന്നത്? 350 രൂപ 400 രൂപ കൊടുത്ത് ഒരു ടാങ്ക് വെള്ളം എടുക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ ദിവസങ്ങളോളം അങ്ങനെ മേടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ മാസം പിന്നെ ഈ പൈപ്പ് ലൈനിന് പിന്നെ മാസം ബില്ലടയ്ക്കേണ്ടി വരുന്നത്? ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പകപോക്കലും കുടിവെള്ള പ്രശ്നത്തിന് പിന്നിലുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. BJP അംഗങ്ങളുടെ വാർഡുകളിലേക്ക് പഞ്ചായത്ത് മനഃപൂർവ്വം കുടിവെള്ളം എത്തിക്കുന്നില്ലെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ പരാതി. വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ രാഷ്ട്രീയ കളിയാണെന്നാ പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ കളിയൊന്നും വേണ്ട, ജനങ്ങളെല്ലാം തുല്യവാ. അതുകൊണ്ട് വെള്ളം വേണം ഞങ്ങൾക്ക്. ഈ പരിസരത്തുള്ള ഒരു ടാപ്പുകളിലേക്കും വെള്ളം വരുന്നില്ല. വലിയ ഗുരുതരമായ പ്രശ്നമാണ്. എന്നാൽ മറ്റ് പലയിടത്തും വരുന്നുമുണ്ട്. വലിയ ലൈനിൽ തന്നെ 12 വീടുണ്ട്. അങ്ങനെ ഒരുപാട് വീടുകളിലേക്കുള്ള ലൈനിൽ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. വലിയ പ്രയാസത്തിലാണ്. പ്രശ്നത്തിന് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 24 കൊല്ലം. കൊല്ലം ശാസ്താംകോട്ടയിൽ കശുവണ്ടി തൊഴിലാളിയായ വയോധികയുടെ ആത്മഹത്യയെ ചൊല്ലി രാഷ്ട്രീയ കലഹം. മരണവീട്ടിൽ കോൺഗ്രസ് CPIM പ്രവർത്തകരുടെ വാക്കേറ്റം ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി. പെൻഷൻ മുടങ്ങിയതിന് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ഇതൊന്നുമല്ല, മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഫെബ്രുവരി 28-നാണ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശി ഓമനയെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ വിഷയം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു. പെൻഷൻ മുടങ്ങിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആദ്യം ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശാസ്താംകോട്ടയിൽ ഒരു ഇത് കിട്ടാത്ത അതീവ ദരിദ്രയായ ആ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീ 74 വയസ്സുകാരി ഇന്നലെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. അവരുടെ 84 വയസ്സുകാരനായ ഭർത്താവ് രോഗാവസ്ഥയിലാണ്. ഞങ്ങൾ ഈ 13 ജില്ലകളിലും കേട്ടത് ഈ സങ്കടങ്ങളാണ്. കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഇതിനിടെ മരണവീട്ടിലെത്തിയ CPIM പ്രാദേശിക നേതാക്കളും പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തമ്മിൽ വാക്കേറ്റമായി. ആത്മഹത്യയ്ക്ക് കാരണം പെൻഷൻ മുടങ്ങിയതല്ലെന്നാണ് ഓമനയുടെ കുടുംബം പറയുന്നത്. സഹോദരന് പറ്റിയ അപകടവും രോഗത്തിന്റെ വിഷമതകളും ഓമനയെ തളർത്തിയെന്ന് ഭർത്താവ് വേലായുധൻ. എനിക്കറിയാവുന്ന വിവരം എന്ന് പറയുന്നത് ആങ്ങളയ്ക്ക് ഇന്നലെ അപകടം പറ്റി അവിടെ 2 പ്രാവശ്യം പോയിച്ചു വന്ന് എനിക്ക് ചായ കിട്ടുമെന്ന് എനിക്ക് അരി വെക്കണമെന്ന് പറഞ്ഞിട്ട് പോരുന്ന ദൂരം മാത്രം. പിന്നെ ഞാൻ കാണുന്ന തൂങ്ങി നിൽക്കുന്നതായിട്ട് ഒന്നൊന്ന് പിന്നെ പെൻഷൻ കിട്ടുമെന്ന് ഇന്നലെ വന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ച് കിട്ടുന്നില്ല. 6 മാസം കൊണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതല്ല ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം ആവർത്തിക്കുമ്പോഴും വീട്ടിലെത്തിയ രാഷ്ട്രീയക്കാർ അത് കേട്ട മട്ടേയില്ല. ഒടുവിൽ MLA കോവൂർ കുഞ്ഞുമോൻ ഇടപെട്ടതോടെയാണ് വാക്കേറ്റം അയഞ്ഞത്. തെരഞ്ഞെടുപ്പായതോടെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ നീണ്ട നിര വീട്ടിലേക്ക് എത്തുമെന്നതിൽ തർക്കമില്ല. R. അരുൺരാജ്, 24 കൊല്ലം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ബംഗളൂരു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. യോഗം ഉച്ചയ്ക്ക് 1 മണിക്ക്. സ്ഫോടനത്തിന് ടൈമർ ഉപയോഗിച്ചുവെന്ന സംശയം. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെയെന്ന സൂചന. നിതിൻ ഗഡ്കരിക്ക് സീറ്റ് നിഷേധിക്കില്ലെന്ന് റിപ്പോർട്ട്. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഭോപ്പാലിൽ നിന്ന് ജനവിധി തേടിയേക്കും. അമേരിക്കൻ സൈന്യം ഗസയിലേക്ക് ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രഖ്യാപനം ഗസയിൽ ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ. ഇസ്രയേൽ ആക്രമണത്തിൽ 7 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ്. ഗസയിൽ മരണസംഖ്യ 30,228. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.